മുത്തുമണികളെ പൂവന്നെ വണ്ടിമേൽ അങ്ങനെ പോവന്നെ കേട്ടോ. നമ്മളന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറത്തുനിന്ന് ഒരു ഉള്ളോട്ടൊരു 3-4 കിലോമീറ്റർ ഉണ്ട്. ഭാരതപ്പാലം ഉണ്ടല്ലേ, കുറ്റിപ്പുറം. അങ്ങനെ നമ്മളെ വർക്ക് സൈറ്റിലെത്തിയിട്ട് നമ്മളെ വർക്ക് എന്താ, നമ്മൾ എത്ര ദൂരം വന്നതെന്ന് വെച്ചാൽ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് വിളിച്ചാട്ടെ. നമ്മൾ വേറെ പരിചയമൊന്നുമില്ല, നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ആദ്യത്തെ വർക്ക് പറഞ്ഞാൽ ഈ മണലില്ലേ പരന്ന് കിടക്കുക ഉണ്ടല്ലേ. വീട്ടിൽ തേപ്പും കാര്യമൊക്കെ തുടങ്ങുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ മണൽ പരന്ന് കിടക്കുകയാണ്. അപ്പം ഇതൊന്ന് വൃത്തിയാക്കി കൂട്ടണം. പിന്നെ അതേപോലെ പോർച്ചെല്ലാം ഇവിടെ ചെറിയൊരു പോർച്ച് പോലത്തെ കട്ടിങ് ഉണ്ട്. ഇതിലൊക്കെ ഒരുപാട് മണ്ണുണ്ട്. ഇതൊക്കെ മാറ്റണം. ആ കല്ലും കംപ്ലീറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മോട് വെക്കാൻ പറഞ്ഞ സ്ഥലത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ വർക്ക് ചാട്ടാക്കി കിട്ടും. ആദ്യം മണലിൻ്റെ പണി തുടങ്ങി. നമ്മൾ കൂടുതൽ കൂടി ഉണ്ട്. നമുക്ക് ഒറ്റ ദിവസത്തെ വർക്ക് മണലിൻ്റെ ആഫ്റ്റർ ഇതാ ഉണ്ടല്ലേ, കൂട്ടിൽ കഴിഞ്ഞ് സെറ്റാക്കി ഇതാനുണ്ട്. മണൽ ഫുള്ള് ഒതുക്കി വെച്ച് നല്ല വൃത്തിയിൽ. ഇവിടെ ഈ ഗ്യാപ്പ് നമ്മൾ അടക്കാത്തതെന്ന് വെച്ചാൽ ഇനി മണൽ തട്ടാണ്ട്, അതുപോലെ പണിക്കാർക്ക് പണി കാര്യം എടുക്കാനൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്യേണ്ടത് നമ്മോട് പറഞ്ഞാട്ടോ, മണൽ കോരാനൊക്കെ. അതുകൊണ്ടാണ് നമ്മളവിടെ ചെയ്യാൻ. ബാക്കിയൊക്കെ മണൽ വൃത്തിയിൽ ചുറ്റും വെച്ച്. പിന്നെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തറ ഉണ്ടല്ലെങ്കിൽ തറൻ്റെ ചുറ്റും ഒരുപാട് മണ്ണുണ്ട്. അതായത് പാതകങ്ങൾ കാണിക്കണം ഓൽക്ക്. അതാണ് നമ്മളെ വർക്ക്. തേപ്പ് തുടങ്ങാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം. വീടൊക്കെ നമ്മൾ കാണിക്കുന്നു കേട്ടോ അല്ലേ. ഇവിടെ കുറച്ച് പോലും മാന്തിനേക്ക് അത് പോരാ, അതിലേറെ ഒന്നുകൂടി വീതിയിൽ നമുക്ക് തേപ്പാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ചെയ്യണം. അങ്ങനെ നമ്മൾ പോർച്ചിത്ത് ആ മണ്ണ് ആദ്യം പോയിക്കൊണ്ട് കാണി. എല്ലാത്തിനും ബിഫോർ ആഫ്റ്റർ ഉണ്ടാവും മുത്തുമണികളെ. ഇതങ്ങനെ മണ്ണ് കളച്ചു കൊടുക്കണം. മണ്ണ് കുറച്ച് പോകാണ്ട്. മുറ്റമണില്ല കേട്ടോ, നമ്മൾ മുറ്റമണില്ല എടുക്കുന്നത്. നമ്മൾ തേപ്പിൻ്റെ സ്വന്തമായ വർക്ക് മാത്രമായിട്ട് എടുക്കുന്നത്. മുറ്റമണിക്കാണ് ഒരുപാട് മണ്ണ് കൊടുത്ത് പാടുന്നത്. അതിൻ്റെ ആഫ്റ്റർ ഉണ്ടല്ലേ, ഞാനുണ്ട് പാത കാണാൻ കട്ടിങ് ഉണ്ടല്ലേ. ഇപ്പോൾ 3 വരി കല്ല് ശരിക്കട് കാണിച്ചത് ഉണ്ടല്ലേ. ഏതാ ആഫ്റ്റർ ഉണ്ടല്ലേ വീണ്ടല്ലേ. ആണല്ലോ പാതകത്തിൻ്റെ അടിവാണ്ടിൽ അടിയിലാണ് ബെൽറ്റ് എടുത്തിട്ടുണ്ടല്ലേ. അടി ബെൽറ്റ് എടുത്തിട്ട് മുകൾക്ക് നേരെ സാധാ പടവ് തുടർന്നാണ് പോയേക്കാട്ടോ. മുകളിൽ വരെ ഉണ്ടല്ലേ സെറ്റാക്കി എടുത്ത്. ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ ഉണ്ടല്ലേ. ഒക്കെ ഇത് കല്ല് നമ്മൾ സിറ്റൗട്ട് വെച്ചിട്ട് നമ്മൾ സിറ്റൗട്ട് വെക്കാനാണ്. അവിടെ ഈ മുന്നിൽ സ്റ്റെപ്പ് ഇട്ട ആളാണ്. അപ്പോൾ നമുക്കൊരു 145 കല്ലാണ് ഈ മാറ്റാം. ഒരു 100 കല്ല് ഇവിടെ വെച്ച് ബാക്കിയല്ലേ വേറെ എളുത്തും വെച്ച് ഉണ്ടല്ലേ. ഇവിടെയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്ത്. നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ട് വിളിച്ചേനി ഉണ്ടല്ലേ. ഏതല്ലേ ഉണ്ടോ. ഇനി തേപ്പാർക്കായിട്ട് വീസി പോയാൽ മതി. എൻ്റെ എന്തൊരു മട്ടുണ്ടോ ഇനി തേക്കാം. ഇനി തേക്കാത്ത കുഴപ്പം വരില്ല. തറൻ്റെ ബാലും ഉടലൊന്നും മണ്ണ് കുടുങ്ങൂല. ഇനി ഫുള്ള് സെറ്റാവും അല്ലേ. ഓക്കെ, മിറ്റമണി എടുക്കാൻ ഒരുപാട് മണ്ണ് മിറ്റന്ന് പോകട്ടെ. നമ്മൾ തേപ്പിൻ്റെ വർക്ക് മാത്രം എടുത്തു കേട്ടോ മുത്തുമണികളെ. കണ്ടോളി വീടിൻ്റെ ചുറ്റും നമ്മൾ ചെയ്തിട്ടോ. ഇനി ഇതാ മാഷാ അല്ലാ വീട് ഇതാണ്. കൊല്ലും മാഷാ അടിപൊളി വീട് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ വീടാണ്. എത്രയും പെട്ടെന്ന് വീട് പണിയൊക്കെ പൂർത്തിയാകട്ടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. അതിമനോഹരമായ വീട്. ഇതോടെ നമ്മൾ വൈബ് അങ്ങ് ഫിനിഷായി. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മുത്തുമണികളെ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, താങ്ക് യു.